ഇന്നൊരു പൈനാപ്പിൾ പിക്കിളാണ് ഇന്നത്തെ റെസിപ്പി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായിട്ട് വിളഞ്ഞ പൈനാപ്പിളാണ് വേണ്ടത്. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞൊന്ന് വെക്കണം. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. കുറച്ച് മുളക് പൊടി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലൊരു പിക്കിളാണ് ഇത്. അതിനുശേഷം ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കണം. പൈനാപ്പിളിലുള്ള ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, കുറച്ച് ഉലുവയും കടുവും കൂടി ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടിക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഓയിലെടുക്കുക. കടുക് ആഡ് ചെയ്യുക. കറിവേപ്പില, വറ്റൽമുളക്, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. കുറച്ചൊന്ന് വാടിയതിന് ശേഷം മുളക് പൊടി, നന്നായിട്ടൊന്ന് ഇളക്കണേ. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ആഡ് ചെയ്യാൻ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കായപ്പൊടി, അതിലേക്ക് ആ പൈനാപ്പിൾ ആഡ് ചെയ്യുക. വിനീഗർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക്, ഉലുവയും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് വിളഞ്ഞതായിരിക്കണം പൈനാപ്പിൾ, എങ്കിലേ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ.